ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ശ്രീകുമാർ വിത്ത് യു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ഈ ബേസിക്? ഇതെല്ലാം നമുക്കറിയാം എന്നാണ് നമ്മളുടെ എല്ലാവരെയും ധാരണ. എന്നാൽ ഇതിനകത്തെല്ലാം തന്നെ പല പല കുഞ്ഞു കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സംശയം വരുന്നത്. ഇതെങ്ങനെ പ്രയോഗിക്കണം എന്ന് വിചാരിച്ച് നമ്മളൊന്ന് പറവിട്ടു, പിന്നെ നമ്മൾ സംസാരിക്കാതാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായി നമുക്ക് ഈ ബേസിക്സ് ഒന്ന് പഠിച്ചെടുക്കാം. അതിലൊരു സിമ്പിൾ കാര്യം, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇപ്പൊ തന്നെ നിങ്ങൾ വിചാരിച്ചു കാണും ഇത് നിങ്ങൾക്കറിയാം, കുഴപ്പമില്ല, ഇതൊന്ന് കേട്ട് നോക്കൂ, കുറച്ച് ഗുണപ്പെടും. ദിസ്, സംതിങ് നിയർ ടു യു ആൻഡ് സിംഗുലർ. നമ്മളുടെ അടുത്തിരിക്കുന്ന കാര്യമാണ്, പിന്നെ സിംഗിളർ ആയിരിക്കണം. ഇതിനാണ് ദിസ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ ബുക്ക്, ദിസ് ഈസ് എ ഫോൺ. ആ ദിസിന്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവാൻ വഴിയില്ല. നെക്സ്റ്റ്, ദാറ്റ്, സംതിങ് എവേ ഫ്രം യു ആൻഡ് സിംഗുലർ. അകലെ ഇരിക്കുന്ന കാര്യം പറയാനാണ് ദാറ്റ് ഉപയോഗിക്കുന്നത്. ദിസിന്റെ സ്ഥാനത്ത് ദാറ്റ് ഉപയോഗിക്കും. ദാറ്റ് ഈസ് എ വിൻഡോ, ദാറ്റ് ഈസ് എ ഡോർ, ദാറ്റ് ഈസ് എ മിറർ. അകലെ ഇരിക്കുന്ന കാര്യം പറയാനായിട്ട് ദാറ്റ് ഉപയോഗിക്കും. അത് രണ്ടും വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, ദീസ്, സംതിങ് നിയർ ടു യു ആൻഡ് പ്ലൂറൽ. നമ്മൾ അടുത്തിരിക്കുന്ന കാര്യത്തെ പറ്റി പറയാനാണ് പ്ലൂറലായിരിക്കും. ദീസ് ബുക്സ് ആർ ഫൈൻ. ഈ ബുക്കുകൾ ഫൈനാണ്. ദീസ് വെജിറ്റബിൾസ് ആർ ഫ്രഷ്. ഈ വെജിറ്റബിൾസ് ഫ്രഷ് ആണ്. അപ്പൊ അടുത്തിരിക്കുന്നതാണ് പ്ലൂറലാണ്, അല്ലേ? ബുക്സ്, വെജിറ്റബിൾസ്. ഇനി കുറച്ച് അകലെയിരിക്കുന്ന കാര്യമാണെങ്കിലോ ദോസ് ഉപയോഗിക്കുക. ദോസ് ബുക്സ് ആർ മൈൻ. ആയിരിക്കുന്ന ബുക്കുകൾ എൻ്റേതാണ്. ദോസ് വെജിറ്റബിൾസ് ആർ പർച്ചേസ്. ആയിരിക്കുന്ന വെജിറ്റബിൾസ്, തലയിരിക്കുന്ന ഒന്നിനെ പറ്റി പറയണം. വെജിറ്റബിൾസ് ആർ പർച്ചേസ്ഡ് ബൈ മീ. ഞാൻ വാങ്ങിച്ചാണ്. അപ്പൊ എന്താണ്? ദോസ്, സംതിങ് എവേ ഫ്രം യു ആൻഡ് പ്ലൂറൽ. ദീസ് ആണെങ്കിലോ സംതിങ് നിയർ ടു യു ആൻഡ് പ്ലൂറൽ. ഇതാണ് ഇത് ഉപയോഗിക്കുന്നതിന്റെ റൂൾ. ഇത് മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ, അതിലേക്ക് പോകാം. അടുത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാറ്റും ദോസും ഉപയോഗിച്ച് നമ്മൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സംതിങ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. മുമ്പ് നടന്നൊരു കാര്യത്തിന് ആ ടൈമിനെ പറ്റി സൂചിപ്പിക്കാനാണ് ദാറ്റും ദോസും നമ്മൾ ഉപയോഗിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് വെരി ഹാപ്പി. അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്, ആ ഇൻസ്റ്റന്റ്. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, അതെല്ലാം കഴിഞ്ഞു പോയ സമയം, അല്ലെ? മുമ്പത്തെ പാസ്റ്റിലെ ഒരു സമയം. ഇനി ഇൻ ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ ഞാൻ നടക്കുമായിരുന്നു എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു, ഞാൻ അവളെ കാണുമായിരുന്നു. ഇൻ ദോസ് ഡേയ്സ്. ഇവിടെയും ഇന്നിന് പകരം ഓൺ വരാം, അറ്റ് വരാം, ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ഏതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും കേൾക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവും. സംസാരിക്കാനാണെങ്കിൽ ഇത്രയൊക്കെ ഉപയോഗിച്ചാൽ മാത്രം മതി. സുഖമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. കേൾക്കുന്ന ആളുടെ കാര്യവും മനസ്സിലാവും. അത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഉദ്ദേശം. അല്ല നമ്മളിത് പഠിച്ച് IELTS മുതലായ ഇംഗ്ലീഷ് പരീക്ഷകൾ എഴുതാനല്ല എന്നുള്ള കാര്യം മാത്രം ഓർമ്മിക്കുക. ഓക്കെ, ഞാൻ നിർത്തുന്നു. ദിസ് ഈസ് ശ്രീകുമാർ, സൈനിങ് ഓഫ്.